എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് വരുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഞാനും എൻ്റെ ഹസ്ബൻഡും നിൽക്കുന്ന ഒരു പടവുമായിട്ട് ഒരു വേറെ വീഡിയോ, ഞാനിട്ട വീഡിയോ അല്ല, വേറെ പല വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇപ്പം നടക്കുന്നുണ്ട്. ഞാൻ ഒരു വീഡിയോ, ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന ഒരു പടം തംബ്നെയിലായിട്ട് ഇട്ടിട്ട്, അതായത് ആ വീഡിയോയിനെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഒരു പടമാണ് കാണുന്നത്. പക്ഷെ വീഡിയോ അങ്ങനെയല്ല, വീഡിയോ ഞാനൊരു കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പൊ ആ പടം ഞാൻ തംബ്നെയിലായിട്ട് ഉപയോഗിച്ച സാഹചര്യം, മറ്റൊരു തംബ്നെയിൽ അതിൽ വരാഞ്ഞത് കൊണ്ട് ഫേസ്ബുക്കിൽ കിടന്ന ഞങ്ങളുടെ സിംഗപ്പൂർ യാത്രയുടെ ഒരു ഭാഗമായ ഫോട്ടോ ആണ് ഞാൻ അതിന് തംബ്നെയിലായിട്ട് ഇട്ടത്. അത് കഴിഞ്ഞ് പലർക്കും വേറെ വീഡിയോകൾ ആളുകൾ ഷെയർ ചെയ്യുമ്പോൾ, അവരുടെ ഗ്രൂപ്പുകളുണ്ട്, പലർക്കും പല ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിലുള്ള ചില വീഡിയോകൾ, പ്രാർത്ഥനകളെയും പല വീഡിയോകൾ അവർ ഷെയർ ചെയ്തത് എൻ്റെ കോണ്ടാക്ട്സിന് കിട്ടുമ്പോൾ ആ വീഡിയോയുടെ തമ്പനയിൽ ഈ പടമായിട്ടാണ് വരുന്നത്, ഞാനും എൻ്റെ ഹസ്ബൻഡും നിൽക്കുന്ന പടം. അപ്പോ അതില് ചില വീഡിയോസ് എങ്ങനെ, ചിലതിന്റെ ഒരു സ്ക്രീൻഷോട്ട്സ് ഞാൻ ഇതിന്റെ എൻഡില് ആഡ് ചെയ്യാം. സ്ക്രീൻഷോട്ട്സ് അവരെയൊക്കെ കിട്ടിയ എന്ത് വീഡിയോ ആയിരുന്നു കിട്ടിയത്, അതിന്റെ ഒറിജിനലും അതിന്റെ ഇവർക്ക് കിട്ടിയ ഫോമും. ഇവർക്ക് വാട്സാപ്പിലാണ് ഇത് കിട്ടുന്നത്. അവർക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കിട്ടിയപ്പോൾ അവർക്ക് വന്ന വീഡിയോയുടെ തംബ്നെയില് ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന പടമായിരുന്നു. പക്ഷെ ആ വീഡിയോ ഒന്നും എന്നെ ആയിട്ട് ഒരു കൺസേണും ഇല്ല, ഞങ്ങൾ നിൽക്കുന്ന വീഡിയോ അല്ല ശരിക്കും യൂട്യൂബിലുള്ള തംബ്നെയിൽ. എന്നാൽ വാട്സാപ്പിൽ ഷെയർ വരുമ്പോൾ എൻ്റെ കോണ്ടാക്ട്സിലുള്ള പല ആളുകൾക്കും വേറെ വേറെ റാൻഡം വീഡിയോസിൽ ഞങ്ങളുടെ പടമാണ് തംബ്നെയിലായിട്ട് വന്നിട്ടുള്ളത്. തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ ആ വീഡിയോ വരുമ്പോൾ അതിൽ യൂട്യൂബ് ലിങ്ക് താഴെ മുകളിലൊരു പടവും കാണുമല്ലോ, ആ പടം. അപ്പോ അതിൽ ഒരെണ്ണം എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു വീഡിയോ എൻ്റെ ഒരു ഫ്രണ്ടിന് കിട്ടി. അതില് ഞാനും എൻ്റെ ഭർത്താവുമാണ് നിൽക്കുന്നത്. അവരത് തുറന്നു നോക്കിയപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഒരു വിധത്തിൽ ഞങ്ങളെ സംബന്ധിക്കുന്നതല്ല. പിന്നെ വേറെ ഒരാൾക്ക് കിട്ടിയത് ഒരു ഫുഡിന്റെ ഒരു വീഡിയോ ആണ് കിട്ടിയത്. ആ ഫുഡിന്റെ വീഡിയോയിലും ശരിക്കുള്ള പടം ഒരു പ്ലേറ്റില് ഇഡ്ഡലിയോ എന്തൊക്കെ ഇരിക്കുന്നതാണ് അത്. പക്ഷെ അവർക്ക് കിട്ടിയത് എന്റെയും എൻ്റെ ഭർത്താവിന്റെയും പടമായിട്ടാണ്. അപ്പൊ ഇതെങ്ങനെ വന്നു എന്ന് ഞാൻ വാട്സാപ്പിന് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു, യൂട്യൂബിൽ പറഞ്ഞു, ഫേസ്ബുക്കിലും പറഞ്ഞു. വാട്സാപ്പ് ഇന്ത്യയിലാണ് ഞാൻ ഇത് എന്റെ കംപ്ലൈന്റ് പറഞ്ഞത്. പക്ഷെ വാട്സാപ്പ് ഇന്ത്യ ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല പറഞ്ഞു. അത് ടോട്ടലി ഇൻഎഫിഷ്യന്റ്, ഇൻകോമ്പിറ്റന്റ് പീപ്പിൾ ആണ്. പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ പോയി, കാരണം ഇത് ഈ ഫോട്ടോ സ്റ്റോർ ചെയ്തിരുന്നത് ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്കിൽ പോയി പറഞ്ഞപ്പോൾ അവരത് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിന്റെ വാട്സാപ്പിന്റെ അങ്ങനെ ഓരോരുത്തർക്ക് കിട്ടിയ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ട്. അവരുടെ വിവരം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇതൊന്നും അല്ല എന്നെ കൺസേൺ ചെയ്യുന്ന കാര്യം. ഇപ്പോ മെറ്റ എന്ന് പറയുന്ന വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും കമ്പനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞ് ചില രാജ്യങ്ങളൊക്കെ ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ പ്രൈവസീനെ അത് ബാധിക്കും. അവരുടെ AI യൂസ് ചെയ്ത്, നമ്മളുടെ ഡേറ്റ യൂസ് ചെയ്ത് AI ടെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു. ഇത് അതുപോലെ വല്ലതും വന്നാൽ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതുമല്ല എനിക്ക് പറയാനുള്ളത് ഈയിടെ നമ്മൾ കുറെ വാർത്തകൾ കണ്ടു. കംബോഡിയയിലും തായ്ലൻഡിലും നടക്കുന്ന അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തിലുള്ള ആളുകളോടൊക്കെ നേരിടേണ്ടി വരുന്ന സ്കാംസും പലരും അതിൽ പെട്ടുപോകുന്നത്. നമ്മളുടെ ഒരു മലയാളി യുവാവ് കംബോഡിയയിലോ തായ്ലൻഡിലാണെന്ന് തോന്നുന്നു ജോലി കിട്ടി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. കുറെ പേര് അവിടെ ചെന്നപ്പോ അവരെയല്ല, ഒരു ഐലൻഡിൽ കൊണ്ടുപോയി അവിടെ അവരെ ഇംപ്രിസൺ ചെയ്തു എന്നാണ് അങ്ങേര് പറയുന്നത്. കുട്ടി പറയുന്നത് ഇംപ്രിസൺ ചെയ്തിട്ട് ദേ ആർ ഫോഴ്സ്ഡ് ടു ഡു സ്കാംസ് എന്നും ഇതുപോലെ ഉള്ള ഓരോരോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ബ്ലഡ് ഷുഗർ മോണിറ്റർ വിത്തൗട്ട് പ്രിക്കിങ് യുവർ ഫിംഗർ എന്ന് പറഞ്ഞൊരെണ്ണം വന്നിട്ട് ഞാനതിന് 1200 രൂപ കളഞ്ഞ കാര്യം.
ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അവരങ്ങനെ ചെയ്തിട്ട് നമ്മളുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ ഞാൻ പൈസ ഇവിടെ വന്ന് ക്യാഷ് ഓൺ ഡെലിവറി ആണ് വരുന്നത്. അപ്പൊ നമുക്ക് പാഴ്സൽ തുറക്കാൻ പറ്റത്തില്ല, തുറന്നു കഴിയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ പാഴ്സൽ നമ്മുടെ കയ്യിൽ വരുവുള്ളൂ. തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒന്നും കാണുകയില്ല, അല്ലെ കല്ല് കാണും, അല്ലെ ട്യൂബ് കാണും. അപ്പൊ ഇങ്ങനെയുള്ള സ്കാംസ് ചെയ്ത് ആണ് അവര് വലിയ എമൗണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ പേഴ്സ്യൂ ചെയ്തു. ഞാൻ നോക്കിയപ്പോ ആ വെബ്സൈറ്റ് ഉണ്ടെങ്കിലും ആ അവര് പറഞ്ഞിരിക്കുന്ന നമ്മളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനും ഒക്കെ ഇമെയിലും ഒക്കെ പറയുന്നില്ലേ, അതെല്ലാം നോൺ എക്സിസ്റ്റന്റ് ആണ് ഇപ്പോ. അപ്പൊ അങ്ങനെയാണ് അവരത് നമ്മളെ ഇൻവോൾവ് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു കഴിയുമ്പോൾ അവര് ആ ഒരു എന്താ പറയുന്ന ഫുട് പ്രിന്റ് എല്ലാം വൈപ്പ് ഔട്ട് ചെയ്യും. പിന്നെ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് പോയ എമൗണ്ട് വലിയ ഇതൊന്നും അല്ലാത്തത് കൊണ്ട് ഞാനത് സഹിച്ചു പോയി എന്നുള്ളതറിയാം. ഇനി അങ്ങനെ ആകെ ഞാൻ ആമസോണൊന്നും പിന്നെ ഞാൻ റെഗുലറായിട്ട് വാങ്ങിക്കുന്ന ബിഗ് ബാസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ലാതെ ഒന്നും വാങ്ങിക്കുകയില്ല എന്നും ഞാൻ നിശ്ചയിച്ചു. അപ്പം ഇത് പറഞ്ഞു വരുമ്പോ ഇത് മാത്രമല്ല, കംബോഡിയയിലും നിങ്ങളെ നോക്കിയാൽ ഞാൻ ആ വീഡിയോയുടെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കംബോഡിയയിലും തായ്ലൻഡിലും ഇങ്ങനെയുള്ള സ്കാംസ് നടക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് കേരളത്തിലെ ഒരാളിനെ 40,000 രൂപ നഷ്ടപ്പെട്ടെന്നോ തട്ടിപ്പിക്കാൻ നോക്കിയെന്നോ ആയിട്ടുള്ള ഒരു കാര്യം കണ്ടു. അതെങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഫോട്ടോ എടുത്തിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന വീഡിയോസ് ഉണ്ടാക്കാം. അപ്പൊ അവര് അങ്ങനെ വെച്ച് ഒരു വീഡിയോ കോള് വിളിച്ചിട്ട് എമർജൻസിയാണ് 40,000 രൂപ വേണം എന്ന് ചോദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് അയാൾ കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് ഫുള്ള് ഞാൻ കേട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ മുഖങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള വാട്സാപ്പ് കോളും വീഡിയോ കോളും എല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നിട്ട് നമ്മൾ പ്രയാസത്തിലാണ് രൂപ ചോദിക്കുക. പണ്ടാണെങ്കിൽ വോയിസ് ആയിട്ടേ ചോദിക്കുള്ളൂ. ഇപ്പൊ അവർക്ക് ഈ AI ഉള്ളത് കൊണ്ട് അവർക്ക് നമ്മളുടെ ഫേസും കാണിച്ചിട്ട് ചോദിക്കാം. അപ്പം ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ഇങ്ങനെയുള്ള വീഡിയോ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല, വീഡിയോയുടെ ക്വാളിറ്റി പെർഫെക്റ്റ് ആയിരിക്കില്ല, മുഖം പെർഫെക്റ്റ് ആയിരിക്കില്ല, നമുക്കറിയാം. അപ്പൊ അതില് ചില ചെറിയ ബ്ലറൊക്കെ കാണും. അപ്പൊ സിഗ്നൽ മോശമാണെന്നൊക്കെ അവർ പറയും. പക്ഷെ അങ്ങനെയുള്ള ഒരു കോളിനെയും വിശ്വസിക്കരുത്. എന്തേലും ഹെൽപ്പ് ചോദിച്ചു വരുന്ന കോൾ ഉണ്ടെങ്കിൽ ആ ആളിനെ അയാളുടെ ബന്ധുക്കളെയോ വിളിച്ച് അയാളുടെ കൂട്ടുകാരെയോ വിളിച്ച് അത് കൺഫേം ചെയ്യണം എന്നുള്ളത് ഒരു ആർട്ടിക്കിളിൽ ഉണ്ടായിരുന്നു. ആ ആർട്ടിക്കിളിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും ഫോട്ടോസ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഫേസ്ബുക്കിലുണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. പിന്നെ വാട്സാപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാമിലിയില് എൻ്റെ അനിയത്തിക്കും എനിക്കും ഒക്കെ ഷെയർ ചെയ്യും. അപ്പൊ ആ ഷെയർ ചെയ്യുന്ന ഈ വാട്സാപ്പ് ഒക്കെ ഈ AI യൂസ് ചെയ്ത് എന്തോ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ അത് ലീക്ക് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മളുടെ ആരുടെ മുഖം വേണമെങ്കിലും ഇതുപോലെയുള്ള ഹാക്കേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെയൊക്കെ സെക്യൂരിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മറ്റേവർ അതിനേക്കാളും മിടുക്കന്മാരായിരിക്കാം. അപ്പൊ നമ്മുടെ ഫേസ് ഉപയോഗിച്ച് ഇങ്ങനെ കോളൊക്കെ വരാം. പക്ഷെ എന്റെ ഫേസ് ഉപയോഗിച്ചോ എന്റെ ഭർത്താവും ഞാനും കൂടെ നിൽക്കുന്ന ഫേസ് ഉപയോഗിച്ചോ ഒക്കെ കോൾ അയച്ചാലും എന്റെ കൂട്ടുകാരും 40,000 രൂപയും 30,000 പോയിട്ട് 2,000 രൂപ പോലും കൊടുക്കും എന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം അവർക്ക് ഞങ്ങളെ നല്ലതുപോലെ അറിയാം. ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ കോള് വിളിച്ച് ചോദിക്കത്തില്ല എന്നും അവർക്കറിയാം. അപ്പൊ അത് കാരണം അങ്ങനെയൊക്കെ ചെയ്യത്തില്ല. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് എന്നാലും മെഷീൻ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് അവർക്ക് നല്ലപോലെ അറിയാം. നമ്മൾ ഇതിലൊക്കെ ഞാനിപ്പോ ഡയബറ്റീസിനെ കുറിച്ച് വീഡിയോ ഇടുന്നത് മാത്രമല്ല, ഡയബറ്റീസ് ന്യൂസ് കാണുന്നതെല്ലാം ഞാൻ എടുത്ത് വായിച്ചു നോക്കും. അപ്പം എൻ്റെ ആ ഹിസ്റ്ററി അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഞാൻ എന്തൊക്കെ വായിച്ചു നോക്കുന്നു. അത് ഫേസ്ബുക്കിന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഫേസ്ബുക്ക് എന്ത് ചെയ്യും, എനിക്ക് ഈ ഡയബറ്റീസ് റിവേഴ്സ് ഡയബറ്റീസ് എൻഡ് എന്നൊക്കെ പറഞ്ഞ ഒരു 10,000 ഗ്രൂപ്പുകളുടെ ഇത് എനിക്ക് എപ്പോൾ നോക്കിയാലും കാണാൻ പറ്റും. അത് പണ്ട് കാലത്ത് ഞാൻ വലിയ ആശയോടെ അത് നോക്കുമായിരുന്നു, അതൊക്കെ കളിപ്പിക്കാന്ന് മനസ്സിലാവുമായിരുന്നു. ഇപ്പൊ ഞാൻ അതൊന്നും നോക്കാറില്ല. ഇനി അത് കാണണ്ട എന്ന് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ നമ്മളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇവർക്കൊക്കെ ഉണ്ട്. ഗൂഗിളിനുണ്ട്, ഫേസ്ബുക്കിനുണ്ട്, ഫേസ്ബുക്ക്, വാട്സാപ്പ്, മെറ്റായിക്കുണ്ട്. അവർക്കെല്ലാം നമ്മളുടെ വിവരങ്ങളെല്ലാം ഉണ്ട്. ഗവൺമെന്റിനും ഉണ്ട് നമ്മുടെ ആധാർ മുതലായ വഴിക്ക്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. ഞാൻ പറയാം, ഇപ്പൊ നിങ്ങളിൽ ആരെങ്കിലും എന്റെ പടം ഒരിടത്തും വരാൻ പാടില്ല എന്നൊക്കെ വെച്ചിരുന്നാലും നമ്മൾ ഒരു ഫ്യൂണറലിന് പോകുമ്പോഴോ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോഴോ അതിൻ്റെയൊക്കെ വീഡിയോസ് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അപ്പൊ വലിയ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വരുമ്പോൾ അതാണ്ട് മമ്മൂട്ടി വരുന്നു എന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെയൊക്കെ പടം കിട്ടാൻ ഒരു പ്രയാസമില്ല. മമ്മൂട്ടി ആർക്കും സ്കാം ചെയ്യാൻ പറ്റത്തില്ല.
അല്ല, എന്നാലും നമ്മൾ വരുമ്പോൾ അവർക്ക് അത് ആ ഫോട്ടോസൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ എടുക്കാനും ഒക്കെ അവർക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യാവുന്നത് കല്യാണത്തിന് മുമ്പ് എന്നെ ഫോട്ടോയിൽ എടുക്കരുത് അല്ലെങ്കിൽ ഇതിനെ എടുക്കരുത് എന്ന് പറയുന്നതിന് പകരം നമ്മളെപ്പോഴും പൂർണ്ണ അവയർനെസ്സോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോർന്നു പോകാതിരിക്കാനുള്ള എല്ലാ മെഷേഴ്സും നോക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എൻ്റെ ഈ പടം, ആ പടം ഞാൻ എന്താണെന്ന് ഇതിന്റെ എൻഡ് സ്ക്രീനായിട്ട് ഇടുന്നുണ്ട്. ആ പടം ആണ് പലർക്കും കിട്ടിയത്. നിങ്ങളിൽ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ കിട്ടി എന്ന് പറയണം. എന്റെ കോണ്ടാക്ട്സിനാണ് മെയിൻ ആയിട്ട് പോയിട്ടുള്ളത്, അല്ലാതെ യൂട്യൂബ് വ്യൂവേഴ്സിനൊന്നും അല്ല. അങ്ങനെ വ്യൂവേഴ്സിന് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് പറഞ്ഞാൽ എനിക്കത് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടെ എനിക്ക് അയച്ചു തരാമെങ്കിൽ, എന്നോട് പറഞ്ഞാൽ ഞാൻ വാട്സാപ്പ് നമ്പർ തരാം. സ്ക്രീൻഷോട്ട് കൂടെ അയച്ചു തരാമെങ്കിൽ എനിക്ക് അത് ഇവർക്ക് എവിഡൻസ് ആയിട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഉള്ള ഈ സംഭവം എൻ്റെ പടം കിട്ടിയ പല ആളുകൾക്കും അത് ഭയങ്കരമായിട്ട് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി. ഇത് നല്ലതല്ലല്ലോ, ഇങ്ങനെ വന്നല്ലോ. ഞാൻ ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി. ഇത് ഹാബിൾഡ് എന്ന് പറയുന്ന ഞാൻ പോകുന്ന യോഗ ഗ്രൂപ്പിന്റെ ഡെയിലി ഒരു മെസ്സേജ് അയക്കും അവരിങ്ങനെ. അവരുടെ ഷെയറിനകത്താണ് ആദ്യം വന്നെന്ന് ഞാൻ അറിഞ്ഞത്. എൻ്റെ ഫ്രണ്ട് സുധ പറഞ്ഞു എന്നോട്, സൂസന്റെ പടം വൈ ഈസ് യുവർ ഫോട്ടോ ഓൾ ഓവർ ദ പ്ലേസ് എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരിക്കാണ് ഒരു ഫുഡ് ഗ്രൂപ്പിന്റെ വീഡിയോ അയച്ചപ്പോൾ അതിൽ ഞാൻ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ഇവരൊക്കെ കാണുന്നുള്ളൂ, പക്ഷെ അത് അയച്ച ആള് അങ്ങനെയല്ല കാണുന്നത്. അയച്ച ആൾ ഒറിജിനലാണ് കാണുന്നത്. നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താലും ഒറിജിനലാണ് കാണുന്നത്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിന് വരുന്ന ആ വീഡിയോസിന്റെ തംബ്നെയിലായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്ന പടമാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന്റെ വീഡിയോ സെപ്പറേറ്റ് ഉണ്ട്, കാർ വാങ്ങിച്ചതിന്റെ, ആ കാർ ഡ്രൈവിങ്ങിന്റെ കാര്യമൊക്കെ, ഈ ഇലക്ട്രിക് കാറിന്റെ. ഇതാണ് എൻ്റെ വീഡിയോ, ഡയബറ്റിസ് റിവേഴ്സൽ പ്രോഗ്രാംസ് വാട്ട് ദേ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഈ വീഡിയോയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്ന ഒരു തംബ്നെയിലായിട്ടൊരു പടം ഞാൻ ഇട്ടിരുന്നു. ആ സെയിം പടമാണ് ചിലർക്ക് അവർക്ക് കിട്ടുന്ന മാത്രം. ഇത് കണ്ടോ, ഹാബിൾഡിൻ്റെ വീഡിയോയുടെ ഇതിൽ എൻ്റെ ഫ്രണ്ടിന് കിട്ടി. അതുപോലെ തന്നെ വേറെ ഊപ്പോസ് താമ്പരന്താലി എന്നെന്തോ പറഞ്ഞ ഒരു വീഡിയോ, അത് എൻ്റെ ഫ്രണ്ടിന് കിട്ടിയപ്പോൾ അവർ കാണുന്നത് ഇതുപോലെയാണ്, എൻ്റെ ഭർത്താവിൻ്റെയും പടം. പക്ഷേ അവരത് ഓപ്പൺ ചെയ്യുമ്പോൾ മറ്റേടത്താണ് ചെല്ലുന്നത്. ഞാൻ ഈ പടം കോപ്പി ചെയ്തിടുമ്പോഴും എനിക്ക് ഊപ്പോസ്. അദ്ദേഹം ഒരു ഇപ്പം അദ്ദേഹത്തിൻ്റെ പെറ്റ് പ്രോജക്റ്റ് സോളാർ പാനലാണ്. 2 പാനൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം പറയാനും എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ യൂസും അതിന്റെ പ്രയാസങ്ങളും അതിന്റെ പോസിറ്റീവ് പോയിന്റ്സും എല്ലാം പറയാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മളില് കെയർഫുൾ ആയിട്ടിരിക്കുക. നേരത്തെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നമ്മൾക്ക് നമ്മളെ ആളുകൾ പറ്റിക്കുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക. അപ്പൊ മോഡസ് ഓപ്പറാൻഡി ഓഫ് ഫ്രോഡ്സ് നമുക്ക് എപ്പോഴും ഷെയർ ചെയ്യുമല്ലോ RBI. അതുപോലെ ഇത് ഒരു തരം സൈബർ ക്രൈം ആണെന്ന് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുപോലെയുള്ള ക്രൈം ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. നമ്മളുടെ ആളുകളെ തന്നെയാണ് അവര് തായ്ലൻഡിലും കംബോഡിയയിലും കൊണ്ടുവച്ച് ഉപയോഗിക്കുന്നത്. ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പാവം ജോലി കാത്തിരിക്കുന്നവരെ കൊണ്ടുപോയി അവരെ ഫോഴ്സ് ചെയ്ത് അവരെ അടച്ചിട്ട് അവർക്ക് ഒരു ദിവസം ഇത്ര ഇൻകം ഉണ്ടാക്കണം എന്ന് ടാർഗറ്റ് കൊടുത്തിട്ട് ഇതുപോലെയുള്ള അഡ്വർടൈസ്മെന്റ് വഴി സാധനം വാങ്ങിച്ചു അല്ലാത്ത തരത്തിലുള്ള സ്കാംസും അവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക. എൻ്റെ ഈ ഫോട്ടോ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറയണം. നന്ദി, നമസ്കാരം. ഇത് ഷെയർ ചെയ്യാൻ മറക്കരുതേ.